കേരള സ്റ്റോറി 2 ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ട്രെയിലറിനെ തുടർന്ന് വളരെ വലിയ വിവാദമാണ് കേരളത്തിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ആ ട്രെയിലർ കാണുന്നവർക്ക് മനസ്സിലാവും, കേരള സ്റ്റോറി എന്നാണ് അതിന്റെ പേരെങ്കിലും ഈ കഥ നടക്കുന്നതായി കാണിക്കുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെയാണ്. കേരളത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ആ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഇതിന്റെ ട്രെയിലറിൽ കേരളത്തിൽ വളരെ വിവാദമായി മാറിയിരിക്കുന്നത്. ഇതിനെതിരെ പല ആൾക്കാരും രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ ഈ ബീഫ് തീറ്റിച്ചത് സംഭവിച്ച കാര്യം തന്നെയാണെന്നും എമ്പുരാന് മാത്രമാണോ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളത് എന്നും പറഞ്ഞ് തന്റെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. കേരള സ്റ്റോറി 2ാം ഭാഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സന്തോഷ് പണ്ഡിറ്റ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ സിനിമയുടെ സംവിധായകനും ഇല്ലേ എന്നും ഒരു സിനിമയെ പേടിക്കേണ്ടതില്ലെന്നും പണ്ഡിറ്റ് പറയുന്നു. ചിത്രത്തിന്റെ ട്രെയിലറിൽ പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗത്തെയും പണ്ഡിറ്റ് അഡ്രസ് ചെയ്യുന്നുണ്ട്. ചിത്രത്തിൽ ബീഫ് തിന്നുന്നതായി കാണിക്കുന്നത് മലയാളി പെൺകുട്ടിയെ അല്ലെന്നും ഇത് മധ്യപ്രദേശിൽ നടന്ന ഒറിജിനൽ യഥാർത്ഥ സംഭവമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ സിനിമ ആരാധകർ മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം വൻ വിജയമായ ദേശീയ അവാർഡ് ജേതാവ് സുദീപ്തോ സെൻജി സംവിധാനം ചെയ്ത കേരള സ്റ്റോറി സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ട്രെയിലർ ആണല്ലോ. വെറും ഒറ്റ ദിവസം കൊണ്ട് 1,61,00,000 കൂടുതൽ കാഴ്ചക്കാരെ നേടി യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമതെത്തിയെങ്കിലും ഈ ട്രെയിലർ കേരളത്തിൽ ചിലർ വിവാദമാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ വസ്തുതകൾ എന്ന് പറഞ്ഞാണ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. അതിന്റെ തീം ലവ് ജിഹാദ് ആണെന്നും അങ്ങനെ ഒന്ന് കേരളത്തിൽ ഇല്ലെന്നും ചിലർ പറയുന്നു. അത് ശരിയാകാം. പക്ഷേ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ സിനിമയുടെ സംവിധായകൻ സുദീപ്തോ സെൻജിക്കുമില്ലേ? അവരുടെ പൈസയ്ക്ക് അവർക്ക് ശരിയെന്ന് തോന്നുന്നത് എടുക്കുന്നു. അത് നമുക്ക് കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ. ഒരു സിനിമയെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമാക്കുന്നത്. ഈ 2ാം ഭാഗത്തിന്റെ ട്രെയിലറിൽ കാണിക്കുന്ന ഒരു രംഗമാണ് കേരളത്തിൽ ചിലർ വിവാദമാക്കിയത്. അതിലൊരു യുവതിയെ നിർബന്ധപൂർവ്വം ബീഫ് കഴിപ്പിക്കുന്ന രംഗമുണ്ട്. അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നവരറിയാൻ ഈ വാർത്ത വായിക്കുക. ഇത് ശരിക്കും മധ്യപ്രദേശിൽ സംഭവിച്ച കാര്യമാണ്. ആ യുവതി ഭർത്താവിനെതിരെ പോലീസ് കേസ് കൊടുത്തിരുന്നു, അല്ലാതെ എഴുത്തുകാരന്റെ ഭാവന സൃഷ്ടിയല്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇനി നിങ്ങൾ ആണ് ചിന്തിക്കേണ്ടത് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. ഇനി ട്രെയിലർ നോക്കി മലയാളി പെൺകുട്ടി എന്തുകൊണ്ട് മലയാളം പറയുന്നില്ല, ഹിന്ദി എന്തിനു പറഞ്ഞു എന്നുള്ളതിന്റെ ഉത്തരം ട്രെയിലറിൽ ആദ്യമേ മധ്യപ്രദേശ് എന്ന് കാണിക്കുന്നുണ്ട്. കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നാണ്. എന്നാൽ കേരള സ്റ്റോറി കേരളത്തിന് അപ്പുറം സംഭവിക്കുന്ന കഥ എന്നാണ് അർത്ഥം. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ നടക്കുന്നു എന്നാവാം ഉദ്ദേശിച്ചത്, അല്ലാതെ ബീഫ് തീറ്റിച്ച കഥ കേരളത്തിൽ നടന്നു എന്നല്ല. മധ്യപ്രദേശിൽ നടന്ന ഒറിജിനൽ സംഭവം വച്ച് പ്രചോദനമായി സിനിമ ആക്കിയതാകാം എന്നാണ് പ്രധാനമായും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് പുറമേ നിന്ന് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ് 100% സത്യമാണെന്നോ അവർ കഥയിൽ പറഞ്ഞതൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണെന്നോ ഞാൻ പറയുന്നില്ല. അങ്ങനെ നോക്കിയാൽ മലയാളത്തിൽ ഇറങ്ങുന്ന പല സിനിമയും പ്രൊപ്പഗാൻഡ സിനിമയല്ലേ എന്നും സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നു. പല സിനിമകളിലും കറുപ്പുടുത്ത വില്ലൻ, സവർണനായ വില്ലൻ കാണിക്കുന്നു. ചിലരുടെ മതം, ചിലരുടെ രാഷ്ട്രീയമൊക്കെ അവരുടെ പൈസയ്ക്ക് സിനിമ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് എന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.